നമ്മുടെ കൂടെ എന്നുള്ളത് വള സ്റ്റോറി ഓഫ് ബാങ്കുകൾ എന്ന സിനിമയുടെ നായകന്മാരിൽ ഒരാൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ ഒരു ബാങ്കിളിനെ പറ്റിയാണ് ഈ സ്റ്റോറി പോകുന്നത് ആണോ? അതെ അതെ, ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാങ്കിലൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് കുറച്ച് സാധാ ഒരു നോർമൽ ബാങ്കിലല്ല, കുറച്ച് മെറ്റിക്കുലസ് ആയിട്ടുള്ള സാധനമാണ്. അതിനെന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ അതോ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ സിനിമ ശരിക്കും ഈ വളയിലൂടെ തന്നെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പക്ഷെ അതിന് ഭയങ്കര ഒരുപാട് പ്രത്യേകതകളുള്ള വളയാണ്. അത് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് സിനിമ. പോസ്റ്റർ കാണുമ്പം നമുക്ക് കാണുന്ന ഒരു പ്രധാനപ്പെട്ട ആള് ഇന്നിവിടെ മിസ്സിംഗ് ആണ്. അതെ, ധ്യാൻ ചേട്ടൻ. അണ്ണൻ വരും. ഓക്കെ, അണ്ണൻ വന്നാലെല്ലാം ഓക്കെ. അപ്പം 3 ഫാമിലീസ് തമ്മിലുള്ള ഒരു ഫൈറ്റോ ഒരു ഫ്രിക്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ ഒരു ഫ്രിക്ഷനപ്പുറം ഈ വളക്ക് ഒരു കഥയുണ്ട്, ഒരു സ്റ്റോറി ഉണ്ട്. അത് കുറച്ച് വലുതാണ്. വലിയ ക്യാൻവാസിൽ തന്നെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആവും എന്ന് പറയുന്നത്.